അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫേസ്ബുക്കിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു തവണ നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 60 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തതായിട്ട് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ മുകളിലായിട്ട് കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രൊഫൈൽ മെനുവിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിൽ നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ സീ മോർ ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്നത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് സെൻറ്റർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മുടെ അക്കൗണ്ട് കാണിക്കും. ഈ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നെയിം, യൂസർ നെയിം, പ്രൊഫൈൽ പിക്ചർ, അവതാർ എന്നൊക്കെ കാണാം. ഇതിൽ നമ്മുടെ നെയിം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നെയിം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ നെയിം നമുക്കിവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന റിവ്യൂ ചേഞ്ച് എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത നമ്മുടെ നെയിം ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നെയിം സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.